ആന്റി ഏജിങ് ഓയിലാണ്. റേഡിയന്റ് ഗ്ലോയ്ക്കുള്ള ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ അല്ലെങ്കിൽ സ്കിൻ കെയറിൽ തന്നെ എന്തൊക്കെ എന്തൊക്കെ ശാഖകളാ, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുറേ നമ്മളിങ്ങനെ നോക്കി റിസർച്ച് ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ സ്കിൻ കെയറിലുണ്ട് അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സ്പെഷ്യലി ആൻറ്റി ഏജിങ്ങിലായിട്ടുള്ളവരെ അല്ലെങ്കിൽ ഏജ്ഡ് സ്കിൻ ബാധിച്ചിട്ടുള്ളവരെ, ഇപ്പോഴൊക്കെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഫുഡ് ഹാബിറ്റ് കാരണവും ലൈഫ് സ്റ്റൈൽ കാരണവും അല്ലെങ്കിൽ ക്ലൈമറ്റ് കാരണവും സ്ട്രെസ് സ്ട്രെയിനൊക്കെ കാരണവും സ്കിന്നിനെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ബാധിച്ചവർ വളരെ ഏർലി ഏജസിലുള്ളവർ തന്നെയുണ്ട്. സോ അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഫ്യൂച്ചറിൽ ഏജിങ്ങിൻ്റെ സിംറ്റംസ് വീഴാതെ സൂക്ഷിക്കാനും ഫൈൻ ലൈൻസ് വീഴാതെ സൂക്ഷിക്കാനും അല്ലെങ്കിൽ റിങ്കിൾസ് വീഴാതെ സൂക്ഷിക്കാനും ഒക്കെ നമ്മൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. റിങ്കിൾസ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ കുറയ്ക്കാനും, എങ്ങനെ കുറയ്ക്കാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആങ്സൈറ്റിയിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്നവരുമുണ്ട്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്കിൻ കെയറിൽ, എക്സ്പെഷ്യലി ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ ഓയിൽ മസാജ് തന്നെയാണ്. അതായത് സ്കിന്നിൽ മോയ്സ്ചറിനെ നിലനിർത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നമ്മൾ ഉള്ളിലേക്കും മോയ്സ്ചർ എടുക്കണം. ഞാനിപ്പോൾ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസിൻ്റെ ചലഞ്ച് ഒരു 7 days ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട്, പല ജ്യൂസുകളും ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. സോ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ജ്യൂസ് കുടിക്കുക. ഞാൻ കാണിക്കുന്ന ജ്യൂസ് തന്നെ കുടിക്കണമെന്നില്ല കേട്ടോ. സോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഞാൻ മാക്സിമം സിട്രിക് ഉള്ള അല്ലെങ്കിൽ നിറച്ച് പൊട്ടാസ്യം ഉള്ള ജ്യൂസാണ് കാണിക്കുന്നത്. സോ അത് കുടിച്ചാലും നല്ലതാണ്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറിനെ നമ്മുടെ സ്കിന്നിൽ ലോക്ക് ചെയ്ത് വെക്കുക. എപ്പോഴും നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുക. അതാണ് ഈ പ്ലംപി എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. നിറച്ച് മോയ്സ്ചറൈസർ ഉള്ളതിനെയാണ് ഈ പ്ലംപി എഫക്റ്റ്, പ്ലംബി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഓയിൽ മസാജ് തന്നെയാണ്. സോ നമ്മൾ കഴിച്ചിട്ട് എണ്ണ തുണിയിൽ കിടത്തുക എന്നൊക്കെ, അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ഓണമാണ് വരുന്നത്. നമ്മൾക്ക് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആകാനും, പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രൈറ്റ് ആകാനും, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഒന്ന് മാറ്റാനും, ഇനി മുതൽ ഓണം വരെ ഒന്ന് മസാജ് ചെയ്താൽ തന്നെ വളരെ നന്നായിട്ടുണ്ടായിരിക്കും. ഡെയിലി ഒരു 30 minutes ഫേസ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്ത് മസാജ്, ഓയിൽ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 90% നമ്മൾക്ക് എത്ര നാൾ നമ്മുടെ സൗന്ദര്യത്തെ സൂക്ഷിക്കണോ അത്രയും നാൾ ചുളിവുകൾ വീഴാതെ ഫേസിലുള്ള മസിൽസിനെയൊക്കെ ഒന്ന് പ്ലംപി ആയിട്ട് വെക്കാനും നല്ല ഫെയർ ആക്കാനും സഹായിക്കുന്നതാണ് ഓയിൽ മസാജ്. അത് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ആൻറ്റി ഏജിങ് ഫേസ് ഓയിൽ ആണെങ്കിലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആൻറ്റി ഏജിങ് ഫേസ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിച്ചാലോ. ആന്റി ഏജിങ് സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് ഫ്ലാക്സീഡ് ആണ്. ഫ്ലാക്സീഡ് റിങ്കിൾസിനെ റെഡ്യൂസ് ചെയ്യുകയും ഫൈൻ ലൈൻസിനെ ഇല്ലാതാക്കുകയും കൊളാജിൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുകയും നമ്മുടെ സ്കിൻ ഹൈഡ്രേഷൻ ഉണ്ടാക്കുകയും നമ്മുടെ ഫേസ് സ്ലിം ആക്കി വെക്കുകയും ഫേസിനെ നല്ല ബ്രൈറ്റ് ആക്കി വെക്കുകയും ചെയ്യുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്താണ് ഓയിൽ ഉണ്ടാക്കുന്നത്. പൊടിച്ചെടുത്ത അതിൽ നിന്നും ഒരു 2 tablespoon പൊടി നമ്മൾക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്ത ഇൻഗ്രീഡിയന്റ് കോഫിയാണ്. നമ്മുടെ സൺ ഡാമേജിനെ മാറ്റാനും നമ്മുടെ ഏജിന്റെ സൈൻസിന്റെ അപ്പിയറൻസിനെ കുറയ്ക്കാനും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെ പോകാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ നമ്മുടെ ഫേസിനെ നല്ല ഒരു പ്ലംപി ആക്കി വെക്കാനും ഏജിന്റെയും ഫൈൻ ലൈൻസിന്റെയും ഒക്കെ അപ്പിയറൻസിനെ കുറയ്ക്കാനും ഫേസിനെ ഗ്ലോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് 150 ml ഒലിവ് ഓയിൽ ആണ്. ഒലിവ് ഓയിൽ ഇതേപോലെ തന്നെ ആന്റി ഏജിങ് ട്രീറ്റ്മെന്റിൽ ദ ബെസ്റ്റ് ആണ്. ഒലിവ് ഓയിൽ നമ്മളുടെ ഫേസിൽ റിങ്കിൾസ് വരാതെ സഹായിക്കുകയും ഫൈൻ ലൈൻസിന്റെ അപ്പിയറൻസ് ഉണ്ട് അതിനെ കളയുകയും നമ്മളുടെ ഫേസിന്റെ മോയ്സ്ചറിനെ നിലനിർത്തുകയും ഫേസിനെ സ്മൂത്ത് ആക്കി വെക്കുകയും ഫേസിന്റെ മസിൽസിനെ ഒക്കെ സ്ട്രോങ് ആക്കുകയും ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് നമ്മൾ ഒരു സോസ് പാനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റാൻ പോവുകയാണ്. അത് നമ്മൾ അടുപ്പിൽ വെച്ച് മീഡിയം അല്ലെങ്കിൽ സ്മോൾ ഇതിന്റെ ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ വെച്ച് ഇൻഫ്യൂസ് ചെയ്തെടുക്കാൻ പോവാണ് ഓയില്. ഈ ഓയിലിലേക്ക് നമ്മൾ ഇതൊന്ന് ബോയിൽ ആയി കഴിയുമ്പോൾ ജമന്തിപ്പൂ ഇടുന്നുണ്ട്.
ഇതും ആന്റി ഏജിങ് ട്രീറ്റ്മെന്റിൽ വളരെ നല്ലതാണ്. സ്കിൻ ഗ്ലോ ചെയ്യാനും ഫൈൻ ലൈൻസ് ഒക്കെ വരാതെ സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫ്ലവർ ആണത്. നമ്മൾ നന്നായിട്ട് അതിനെ തിളപ്പിച്ച് കുറേ നേരം വെച്ച് ആറിക്കഴിഞ്ഞ് ഒരു തുണിയിലൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം ഓയിൽ അരിച്ചെടുക്കാൻ നോക്കുക. കാരണം അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരു ഓയിലാണ്. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു 2 മില്ലി അല്ലെങ്കിൽ 3 മില്ലി ജോജോബ ഓയിലാണ്. നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുൾ ആയിട്ട് വെക്കുകയും സാഗിങ് ഒന്നും വരാതെ സൂക്ഷിക്കുകയും നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മസിൽസിനെ തരികയും ചെയ്യുന്ന ഒന്നാണ് ജോജോബ ഓയിൽ. ഇത് ഫ്രാങ്കിൻസെൻസ് ഓയിലാണ്, കുന്തിരിക്കം ഓയിലാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ 1 പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു. ഇതും അതുപോലെ തന്നെ മോയ്സ്ചറിനെ നമ്മുടെ ഫേസിൽ ലോക്ക് ചെയ്യുകയും ഫൈൻ ലൈൻസിന്റെയും റിങ്കിൾസിന്റെയും ഒക്കെ അപ്പിയറൻസിനെ കുറയ്ക്കുകയും നമ്മുടെ ഫേസിലുള്ള മസിൽസിനെ സ്ട്രോങ് ആക്കുകയും ഫേസിനെ ഫെയർ ആക്കുകയും ചെയ്യുന്ന ഒരു ഓയിലാണ്. അടുത്ത് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ അതേപോലെ തന്നെ നമ്മുടെ ഫേസിനെ നല്ല യങ് ആക്കാനായിട്ടും കളർ തരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ആൽമണ്ട് ഓയിൽ. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് റോസ് ഹിപ്പ് ഓയിൽ ആണ്. റോസ് ഹിപ്പ് ഓയിലും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഫെയർ ആക്കാനും യൂത്ത്ഫുൾ ആക്കാനും സഹായിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസില്, കയ്യില്, കാലിലൊക്കെ നമുക്ക് റിങ്കിൾസ് വരാതിരിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ 7 ഡേ സ്കിൻ ചലഞ്ച് ഒരു പ്രാവശ്യം ഞാൻ ഫേസിൽ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത് കയ്യിലാണ് കാണിക്കുന്നത്. നിങ്ങൾ ഫേസിൽ 5 ഡ്രോപ്പ് ഇടാം, ഒരു സൈഡിൽ 2, 3, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എത്ര വേണമെങ്കിലും ഇടാം, ഒരു കുഴപ്പമില്ല. ഇത് സ്റ്റിക്കി ഓയിൽ അല്ല, നല്ല ഒരു എസെൻഷ്യൽ ഓയിൽ പോലെയാണ്. ഒട്ടും ഒട്ടത്തില്ല, കഴുകേണ്ട ആവശ്യമില്ല. രാത്രിയിൽ കിടക്കുമ്പോൾ ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചാണ് ആ വീഡിയോ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആന്റി ഏജിങ് ഓയിൽ ഉണ്ടാക്കിയാലും മതിയാവും. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് തരുന്ന, ഞാൻ എൻ്റെ ഇതിൽ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്നും ആന്റി ഏജിങ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് സ്പെഷ്യലായിട്ട് 2-3 ഓയിൽ കൂടെ സ്കിൻ കെയറിലേക്ക് റിങ്കിൾസ് വീഴാതെ ഫൈൻ ലൈൻസ് വീഴാതെയുള്ള ഓയിലും കൂടെ ചേർത്ത് മാത്രമേ ഞാൻ തരികയുള്ളൂ. അത് ഞാൻ ഇതിനകത്ത് കാണിക്കാത്തത് അത് ഒട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഓയിൽസ് ആണ്. അതിൻ്റെ മിക്സ്ചർ നിങ്ങൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ കൂടിയും കുറഞ്ഞും പോകാം. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ബിക്കോസ് നിങ്ങൾക്കത് ഓരോ ഓയിലായിട്ട് വാങ്ങിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അഫോർഡബിൾ ആവില്ല. കോക്കനട്ട് ഓയിൽ തന്നെ 1 കിലോ ഇപ്പോൾ 500-ന് മേളിൽ പോയി. അപ്പോൾ ഈ ഓയിലുകളൊക്കെ 30 ml 50 ml തന്നെ എബോവ് 500 ആണ്. അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആൻറ്റി ഏജിങ്ങിലെ ഓയിൽ മസാജിൻ്റെ ഇമ്പോർട്ടൻസ് ത്രൂ ഔട്ട് ദ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻറ്റി ഏജിങ്ങിൽ ഓയിൽ മസാജിൻ്റെ ഇമ്പോർട്ടൻസ് മാക്സിമം അറിയാമായിരിക്കും. നമ്മൾ പാർലറിൽ പോയാൽ അവർക്ക് ഏറ്റവും താല്പര്യം അവരുടെ കയ്യിലുള്ള ക്രീം വെച്ച് മസാജ് ചെയ്യണം. അവർ പറയും ക്രീം വെച്ച് മസാജ് ചെയ്താൽ മതി. അതിന് നല്ലൊരു അരോമ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഓയിലിന് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓയിലിന് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓയിലിനും നല്ലൊരു സ്മെല്ലുണ്ടാവും. അത് നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നതാണ്. റിലാക്സിങ് ആയിട്ടുള്ളൊരു സൂതിങ് സ്മെല്ലാണ്. നോട്ട് ഒരു ഹാം ആയിട്ടുള്ള ഒരു സ്മെല്ലൊന്നുമല്ല. സോ അവർക്ക് ക്രീം ഇട്ട് ചെയ്യാനാണ്. കാരണം അവരുടെ കൈ ഫ്ലോ ആയിട്ട് ഒരു ഫ്ലോലെസ് ആയിട്ട് പോകുന്നത്, അവരുടെ കൈ തടസ്സമില്ലാതെ നമ്മുടെ ഫേസിലൂടെ പോകാനും അവർക്ക് ഏറ്റവും എളുപ്പം ജോലി ചെയ്യാനും അതായതുകൊണ്ട് അവരങ്ങനെ സജസ്റ്റ് ചെയ്യും. പക്ഷേ ഓയിൽ മസാജാണ് എപ്പോഴും നമ്മൾക്ക് നല്ലത്. ബിക്കോസ് നമ്മൾ ഇന്ത്യൻസ് ആണ്, നമ്മൾ കേരളൈറ്റ്സ് ആണ്, നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. നമ്മുടെ ഒറിജിൻ അങ്ങനെ തന്നെയാണ്. ഒറിജിൻ എന്ന് പറയുമ്പോൾ കുറേ തലമുറ മുന്നേ ഉള്ളവരുടെ ഒറിജിനും ജീനും ഒക്കെ നമ്മുടെ ഒരു ബ്ലഡിലോട്ട് കലർന്നതായിരിക്കും. നമ്മുടെ DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾക്ക് എവിടെ നിന്നൊക്കെയുള്ള ഒരു പാരമ്പര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. സോ നമ്മൾ ജീവിച്ചു വന്ന ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്യുന്ന ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. എപ്പോഴും നല്ല കെമിക്കൽ ഫ്രീയും കൂടിയാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓയിൽ മസാജ് ചെയ്ത് നോക്കൂ, നല്ല എഫക്റ്റീവാണ്.
ഒരു ദിവസം പോലും മുടങ്ങാതെ ഡെയിലി ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ ഓയിൽ മസാജ് ഫേസിന്, ഒരു 10 മിനിറ്റ് കൈക്ക്, 10 മിനിറ്റ് കാലിന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും. കൈയും കാലും നിങ്ങളുടെ സ്കിന്നും എല്ലാം തന്നെ. പിന്നെ എനിക്കിതൊന്നും വേണ്ട, ഇനി ഇത്ര പ്രായമായില്ലേ, ഞാൻ ഇനി എന്ത് ചെയ്യാനാ എന്നുള്ളവർ സ്കിപ്പ് ചെയ്യുക. എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മുടെ സബ്ജക്റ്റ് സ്കിൻ കെയർ ആയ കാരണം അവരോട് സംസാരിക്കേണ്ടത് വേറെ സബ്ജക്റ്റാണ്, സൈക്കോളജിയാണ്. സോ അതിവിടെ സംസാരിക്കുന്നില്ല. അപ്പോൾ ഓണത്തിൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞു. നമുക്ക് സൈക്കോളജി പിന്നെ സംസാരിക്കാം. സൈക്കോളജി വേണ്ടവരോട് സൈക്കോളജി സംസാരിക്കാം. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ബ്യൂട്ടി കെയർ ആയതുകൊണ്ട് നമുക്ക് ബ്യൂട്ടി കെയർ തന്നെ സംസാരിക്കാം. ഞാൻ ഈ സ്കിൻ കെയറിൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഇത്രയും ആങ്സൈറ്റിയോടെയാണ് നിങ്ങൾ സ്കിൻ കെയറിനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഒരു വലിയ പ്രോബ്ലമാണ് സ്കിൻ കെയർ എന്ന് റിയൽ ആയിട്ടും ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. എന്നോട് ഒരുപാട് പേർ ഡെയിലി ലൈഫിൽ വന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും നമ്മളിങ്ങനെ ഓരോ റെമഡീസ് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം ആൾക്കാരുടെ മൈൻഡിൽ അല്ലെ ആൾക്കാരുടെ ബ്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്നുള്ളത് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്യുന്നു. അതിൻ്റെ സീരിയസ്നെസ് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങളാണെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഒരിടത്തു നിന്നോ എവിടുന്നെങ്കിലുമോ ഒക്കെ എന്തെങ്കിലും ഒരു റെമഡി നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ എന്നെക്കാളും അല്ലെ മറ്റുള്ളവരെക്കാളും നിങ്ങൾക്കാണ് നിങ്ങളുടെ സ്കിൻ ശരിക്കും അറിയാവുന്നത്. സ്കിന്നിനെ കുറിച്ച്, നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷനെ കുറിച്ച് ശരിക്കും അനലൈസ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, നല്ല കണ്ണാടി എടുത്ത് വെച്ച് എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഓയിലാകുന്നുണ്ടോ, ഡ്രൈ ആകുന്നുണ്ടോ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ചെയ്തിട്ട് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈവൻ ദോ നമ്മളുടെ കയ്യിലൊരു പായ്ക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രീമുണ്ട്, വാട്ടെവർ നമ്മുടെ കയ്യിലൊരു റെമഡി ഉണ്ട്, അതിനെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നലങ്ങുമാവാണെങ്കിലും ഫ്ലാക്സ് സീഡിൽ മിക്സ് ചെയ്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, എഗ് വൈറ്റിൽ ചേർത്താൽ നല്ലതാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മുടെ സ്കിൻ മാറുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനെ മാറ്റി മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് പഠിക്കണം. അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ലെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞു പോകുന്ന എല്ലാ ടോപ്പിക്കും ഒരു വീഡിയോസിൽ പറഞ്ഞു തീർത്താൽ നിങ്ങൾക്ക് ബോറടിക്കും. അത് മാത്രമല്ല അതൊരു വലിയ കണ്ടന്റ് ആയിപ്പോവും. അപ്പോൾ ഓരോ വീഡിയോസിലും പറഞ്ഞു പോകുന്ന പോയിന്റുകളെ ഒന്ന് ബ്രെയിനിൽ വെക്കുക. അതിനനുസരിച്ച് ഒന്ന് സ്മാർട്ടായിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഏറ്റവും നല്ലതൊരു വോയിസ് നോട്ട് ഇട്ട് ചോദിക്കുന്നതാണ്. കാരണം ഞാൻ ഇപ്പോഴല്ലെങ്കിൽ പിന്നെയെങ്കിലും വോയിസ് നോട്ട് കേട്ടിട്ട് അതിന് എന്നെക്കൊണ്ട് സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ആൻസർ തരാനായിട്ട് ഉറപ്പായിട്ടും ശ്രമിക്കുന്നതാണ്. ഒരിക്കലും ഞാൻ ആരെയും നെഗ്ലക്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ ലൈഫിൽ എടുത്ത ഒരു ഡിസിഷനാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. ചിലപ്പോൾ ലേറ്റ് ആകുമായിരിക്കാം, ആരെങ്കിലും ഒരാൾ റിപ്ലൈ തരും. എൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് റിപ്ലൈ വേണം എന്നുള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ രാത്രിയിലാവാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാനൊരു റിപ്ലൈ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ടായിട്ടോ ഞാൻ തരുന്നതായിരിക്കും. സോ അതോർത്ത് വിഷമിക്കേണ്ട. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഏറ്റവും ആദ്യം വേണ്ടത് സ്കിൻ കെയർ എന്നുള്ളത് വളരെ ജെന്റിലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു മുല്ലപ്പൂവിനെ എങ്ങനെ പറിച്ചെടുക്കുന്നു അത്രയ്ക്കും ഒരു ജെന്റിലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ധൃതി വെച്ച് അല്ലെങ്കിൽ നമ്മളൊരു ഫാസ്റ്റായിട്ട് എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ വളരെ ക്ഷമയോടെയും വളരെ കോൺഫിഡൻറ്റോടെയും വളരെ ഏകാഗ്രതയോടെയും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ. നമ്മളുടെ സ്കിന്നിനെ കുറിച്ച് പഠിക്കണം. നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ഡ്രൈ ആകാൻ വെക്കരുത്. അതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ അതൊക്കെയും മനസ്സിലാക്കി വളരെ ക്ഷമയോടെ ചെയ്യണം. ഇന്നിപ്പോൾ ഒരു കാര്യം ചെയ്തു, നാളെ എനിക്ക് റിസൾട്ട് വേണം എന്ന് ചിന്തിക്കാൻ പാടില്ല. സോ അങ്ങനെ കിട്ടില്ല. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ കെമിക്കൽ പീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോകണം. കെമിക്കൽ പീലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറിയൊരു പ്രകാശം അടിക്കുമ്പോഴേ, ഐ എം നോട്ട് ടെല്ലിങ് വെയിലെന്ന് വേണ്ട, ഒരു ചെറിയ പ്രകാശം അടിക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ് ഡേ ടു നെക്സ്റ്റ് ഡേ അത് പോകും. 36 hours മാത്രമേ അതൊന്ന് ജ്വലിച്ച് നിൽക്കുകയുള്ളൂ നമ്മുടെ ഫേസിൽ. അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ എഫക്റ്റ് പോകും. പക്ഷേ ഇത് റെഗുലറായിട്ട് നാച്ചുറലായിട്ട് ഹോം റെമഡീസ്, ഹെർബൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ സ്കിൻ അങ്ങനെ തന്നെ നിൽക്കും. ഇനി എന്തെങ്കിലും ഒരു മുഖക്കുരി വന്നാലും 1-2 ദിവസം മാത്രമേ ആ പാട് നിൽക്കുള്ളൂ. ഒരിക്കലും ആങ്സൈറ്റിയോടെയും അല്ലെങ്കിൽ ആർത്തിയോടെയും കൂടി, അതാണ് കറക്റ്റ് മലയാളം ഇവിടെ, ആർത്തിയോടെ കൂടെ സ്കിൻ കെയർ ചെയ്യരുത്. കൂൾ, ഓക്കെ, സ്റ്റേബിൾ ആയിട്ടിരിക്കുക, ഒന്ന് ക്വയറ്റ് ആകുക, മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കി
ഒരു ക്ഷമയോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കൂടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു കണ്ടന്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നിടം വരെ ടേക്ക് കെയർ.